നേന്ത്രപ്പഴവും റവയും കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി 2 നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പഴം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഈ പഴം ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം. പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴവും തേങ്ങയായിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഴവും തേങ്ങയും നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇനി ഈ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി ആ പഴത്തിലും തേങ്ങയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടാൻ പാകത്തിന് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇനി ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 3 ടേബിൾ സ്പൂൺ റവ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ലൂസായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചൂടോടുകൂടി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം ഓരോരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.